നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ മാന്യ പ്രേക്ഷകർക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്ന് വിവാഹമന്വേഷണമായി ഇറങ്ങിയിരിക്കുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അതായത് എല്ലാവരും ചോദിക്കാറുണ്ട്, നല്ല സ്ഥലത്തു നിന്നൊക്കെ കിട്ടില്ലേ ഗുരുനാഥ, അന്വേഷിച്ചാൽ മകന് കിട്ടില്ലേ മകൾക്ക് കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന പക്ഷം നോക്കേണ്ട കാര്യമാണത്. 7ാം ഭാവത്തെ വിലയിരുത്തിയിട്ടാണ് ഭാര്യയുടെ ആണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും രൂപ സൗശീല്യങ്ങളൊക്കെ നമ്മൾ കണക്കാക്കുക. അതേപോലെ തന്നെ നല്ല കുടുംബത്തിൽ നിന്ന്, നല്ല തറവാട്ടിൽ നിന്ന്, നല്ല കാശുള്ള കുടുംബത്തിൽ നിന്നൊക്കെ പെണ്ണ് കിട്ടുമോ ചോദിക്കുന്ന ആളുകളോട് പറയേണ്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രമാണം എന്താ നോക്കാം നമുക്ക്. ദാരേശേ ബലസമ്പൂർണേ വിവാഹോ ധനിനാങ്കുലാത് ബലഹീനേ ദരിദ്രാണാം നസ്യാദ് രൂപവതീ ചസ എന്ന് ആചാര്യൻ പറഞ്ഞു വെച്ചു. അതായത് 7ാം ഭാവനാഥനായിരിക്കുന്ന ഗ്രഹത്തിന് പൂർണ്ണ ബലമുണ്ടെങ്കിൽ നല്ല കുടുംബത്തിൽ നിന്നും, ധനമുള്ള കുടുംബത്തിൽ നിന്നും, നല്ല തറവാട്ടിൽ നിന്നും ആ വ്യക്തിക്ക് ഭാര്യയെ ലഭിക്കും. കാണാൻ നല്ല സ്ത്രീയായിരിക്കും എന്നാണ് പറയുക. തനിക്ക് കാണാൻ ഭംഗി എന്ന് പറയുന്നത് ഓരോരുത്തരുടെ മനസ്സിലെ കാര്യമാണ്. എന്നിരുന്നാൽ തനിക്ക് അനുകൂലയായ അനുരൂപയായ ഭാര്യയെ കിട്ടുമെന്നുള്ളതിൽ യാതൊരു തർക്കമില്ലാണ്ട് പറയാം. എന്നാൽ മറിച്ചാണെങ്കിലോ 7ാം ഭാവനാഥന് തീരെ ബലമില്ല, മൗഢ്യം, നീചം, ശത്രുക്ഷേത്രസ്ഥിതി, പാപമധ്യസ്ഥിതി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ദാരിദ്ര്യമുള്ള കുലത്തിൽ നിന്ന് കാണാൻ വിരൂപയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടതായിട്ട് വരും. ഇത് ധനസമൃദ്ധിയുടെ കാര്യം മാത്രമല്ല, ഞാൻ പറഞ്ഞു ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, അതേപോലെ തന്നെ ആ കാണാൻ അനുകൂലമായ കുട്ടിയാണോ, കാണാൻ ഭംഗിയില്ലെങ്കിലും മനസ്സിൽ നല്ല നല്ല സൗശീല്യം, നല്ല ശീലത്വം കൊണ്ടുവന്നാൽ കുടുംബത്തേക്ക് നേരെയാവുക പോലെയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഭാഗമായിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. കാണാൻ ഭംഗി മാത്രമല്ല, കാണാൻ ഭംഗി എന്നുള്ളത് ഒരിക്കലും ശാശ്വതമായിട്ടുള്ളൊരു കാര്യമല്ല. സൗന്ദര്യം ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകാം എന്നാണ്. എന്നാൽ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ചെക്കൻ കുഴപ്പമില്ല കേട്ടോ, പെൺകുട്ടി നല്ല കുട്ടിയാണ്, എന്നാൽ പെൺകുട്ടി നല്ല കുട്ടിയാണ്, അതിന് പറ്റിയ ചെക്കനല്ല എന്നും പറയാറുണ്ട് അല്ലേ. അപ്പോൾ അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു യോഗമാണ്. സ്ത്രീകൾക്കാണെങ്കിൽ ഇതേപോലെ 7ാം ഭാവം നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ശാരീരിക സൗന്ദര്യം, ധനസമൃദ്ധി ഇതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതൊരു പ്രമാണം കിട്ടിയപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചു. അതെല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ജാതകപ്പൊരുത്തൊക്കെ നോക്കാൻ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ആ ദൈവജ്ഞനോടൊന്ന് ചോദിക്കുക. എങ്ങനെയാണ് ഉണ്ടാവുക എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ, പ്രത്യേകിച്ച് 7 ശനിയൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോളൂ. അത് എത്ര പൊരുത്തുണ്ടെങ്കിലും ജാതക ചേർച്ചുണ്ടെങ്കിലും ലേശം വിഷമങ്ങളൊക്കെ അതുകൊണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെന്താ പരിഹാരം എന്നൊക്കെ ഉള്ളത് ആ ദൈവജ്ഞനുമായി ചർച്ച ചെയ്തിട്ട് നിങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കേട്ടുമുട്ടാം. അതുവരെയ്ക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.